ബഹുമാനപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയ സഹപാഠികൾ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ കർഷകരുടെ ആത്മഹത്യയെക്കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ത്യ നമ്മുടെ മഹാരാജ്യം, നമ്മുടെ ഭാരതം വളരെ മനോഹരമായ ഒരു നാടാണ്. ഇവിടെ കർഷകർ നിറഞ്ഞ ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ. കേരളവും പഞ്ചാബും ഹരിയാനയും അങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങൾ ഒരുമിച്ച് പ്രയത്നിച്ച് നമുക്ക് പലതരത്തിലുള്ള ഭക്ഷണ വസ്തുക്കൾ ഒരുക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ അവർക്ക് എന്തുകൊണ്ടാണ് വില കൊടുക്കാത്തത്? അതുപോലെ തന്നെയാണ് കർഷകരുടെ കൂട്ട ആത്മഹത്യ നടക്കുന്നത്. നമുക്കായി പ്രയത്നിച്ച് അവർ ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാകുന്നു. അരിയായാലും പഞ്ചസാരയായാലും ഏതിലും അവരുടെ കഷ്ടപ്പാട് നമുക്ക് ദൃശ്യമാണ്. പക്ഷെ ഇവരുടെ ഈ കഷ്ടപ്പാടിന് തക്കതായ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് ഈ കൂട്ട ആത്മഹത്യയുടെ പ്രധാന കാരണം. പല കർഷകരും സ്വന്തം അധ്വാനത്തിൽ നിന്ന് നേടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ് അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. പലരും പല സ്ഥലങ്ങളിൽ നിന്നും, ബാങ്കുകളിൽ നിന്നും, പലിശക്കാരിൽ നിന്നും കടം വാങ്ങിയും മറ്റുമാണ് സ്വർണം വിറ്റും മറ്റുമാണ് അവരുടെ കൃഷി നടത്തുന്നത്. നമുക്കറിയുന്ന പോലെ നമ്മുടെ പ്രകൃതി എന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തമായ ഒരു നിശ്ചയത്തോടെ പ്രകൃതിയെ കാണാൻ സാധിക്കുകയില്ല. പ്രകൃതി അതിന്റെ സ്വഭാവം എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്, പ്രകൃതിയിലെ ഒരംഗമായ ഈ ചെടികളും വൃക്ഷങ്ങളും കായകളും ഒക്കെ മനുഷ്യരാൽ നശിപ്പിക്കപ്പെടുമെങ്കിലും പ്രകൃതിയാൽ വിചാരിച്ചാൽ അത് നിഷ്പ്രയാസം നശിച്ചു പോകുന്നുണ്ട്. ആയതിനാൽ നാളേക്ക് വേണ്ടി നമ്മൾ സമ്പാദിക്കുന്ന ഇതൊക്കെ എപ്പോൾ നശിച്ചു പോകുന്നത് നമുക്ക് ഒന്നും പറയാൻ സാധിക്കില്ല. ഇതുതന്നെയാണ് കർഷകർക്ക് സംഭവിക്കുന്നത്. പലയിടത്തും കടം വാങ്ങി ഈ നടുന്ന ഈ വിത്തുകൾ മുളച്ചു വലുതാകുമ്പോഴത്തേക്കും നശിച്ചു പോയാൽ അവർക്ക് വരുന്ന നഷ്ടം ചെറുതല്ല. ഈ നഷ്ടം പിന്നീട് വർഷങ്ങൾ തോറും അവർക്ക് കടമാക്കി കൂടിക്കൂടി അവസാനം ഒരു കടക്കണിയുടെ വക്കിൽ അവരെ കൊണ്ടിരിക്കുന്നു. ഈ കടക്കണിയിൽ നിന്നും രക്ഷപ്പെടുവാൻ അവർക്ക് യാതൊരു മാർഗമൊന്നും കഴിയില്ല. വീണ്ടും കടം വാങ്ങിയാണെങ്കിൽ നേരത്തെ കടം വീട്ടുവാൻ അവർ കഴിയാതെ പോകുന്നു. പിന്നീട് ദരിദ്രരായി പോകുകയും തങ്ങൾക്ക് ഉള്ള സ്ഥലം പോലും വിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ എത്തുമ്പോഴാണ് കർഷകർ കൂടുതലായി ആത്മഹത്യയ്ക്ക് വരുന്നത്. ഈ പ്രശ്നത്തെ തീർച്ചയായും നാം ഒഴിവാക്കേണ്ടതാണ്. നമ്മുടെ ഭരണസഭ ഇതിന് തികച്ചും വ്യക്തമായ നിലയിൽ ഒരു നിലപാടെടുക്കേണ്ടതാണ്. നമുക്കറിയാം, അടുത്തിടെയായി പഞ്ചാബികൾ വളരെയധികം ഭാരമുണ്ടായിരുന്നു. എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ അവർ കഷ്ടപ്പെട്ട് നിർമ്മിക്കുന്ന ഈ വസ്തുക്കൾ പോലും തുച്ഛമായ വിലയാണ് ലഭിക്കുന്നത് എന്നതിന് പേരിലാണ് മുതാക്കം ഉണ്ടായിരുന്നത്. അതിനുശേഷമായാലും കർഷകർക്ക് തികച്ചും ഒരു മുൻഗണന ലഭിക്കുന്ന രീതിയിൽ ചില പദ്ധതികൾ വന്നുവെങ്കിലും ഒരു പൂർണ്ണമായ നിശ്ചയത്തിൽ ഒരു കാര്യവും വന്നില്ല. അപ്പോൾ നമ്മുടെ ഭരണസഭ ഇതിനെതിരായി, ഇതിനു അനുകൂലമായി എന്തെങ്കിലും നിയമങ്ങൾ അനയിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കർഷകർക്ക് കൂടുതൽ മുൻതൂക്കം കൊടുക്കുവാനും അവർക്ക് പലിശ കൂടാതെ കടങ്ങൾ കൊടുക്കുവാനും അങ്ങനെ തുച്ഛമായ രീതിയിൽ അവർക്ക് വൻ നേട്ടങ്ങൾ കൊയ്യുവാനും നമുക്ക് അതുവഴി നമ്മുടെ മഹാഭാരതത്തിലേക്ക് കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ നൽകപ്പെടുവാനും കിട്ടുവാനും നമുക്ക് സാധിക്കട്ടെ. എല്ലാ ദുരിതങ്ങൾക്കും എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഭാരത് വളരെ രീതിയിൽ മുന്നേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ